ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? നമ്മുടെ ആർട്ട് ആൻഡ് എഫേർട്സ് എന്ന ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. ഈ 2 വർഷമായി നമ്മുടെ കൂടെ ഉള്ളവരും വഴിമധ്യേ നമ്മോട് കൂടി ചേർന്നവരും അടുത്തിടെ മാത്രം നമ്മുടെ ഈ ചാനലിൽ അറിഞ്ഞ് വന്നു ചേർന്നവരോടും എല്ലാം മനസ്സ് നിറഞ്ഞ സ്നേഹവും നന്ദിയും പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതാണല്ലോ പ്രധാനം. ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാനില്ല, നമ്മുടെ ഈ ചാനലും ഇല്ല. നമ്മുടെ ചാനൽ ഈ അടുത്തിടെ മാത്രം അറിഞ്ഞ് കേട്ട് വന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്നെക്കുറിച്ചും വലിയ ധാരണ ഉണ്ടാകണമെന്നില്ല. എന്നാൽ നേരത്തെയുള്ള ഒരുവിധപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാം തന്നെ എന്നെക്കുറിച്ച് അറിയാം. അങ്ങനെ അറിയാൻ വേണ്ടി ഒരു വീഡിയോ പ്രത്യേകമായി ഇടേണ്ടി വന്നിരുന്നു എനിക്ക്. എൻ്റെ ഈ ഗംഭീരമായ ശബ്ദം മാത്രം കേട്ടിട്ട് 60 വയസ്സായ അമ്മമാർ വരെ എന്നെ ചേച്ചി എന്ന് വിളിച്ച, എൻ്റെ ചങ്ക് കലക്കിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വയസ്സെല്ലാം പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു കുറേ നാൾ മുന്നേ. ഇന്നെന്തായാലും അത്തരം അനുഭവങ്ങൾ വളരെ കുറവാണ്. എൻ്റെ ശബ്ദം കുറച്ചുകൂടി സൗഹാർദ്ദപരമായതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഇനി പലർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഒരു റോസ് ചാനലിന് ഈ ആർട്ട് ആൻഡ് എഫേർട്സ് എന്ന് പേര് വന്നത് എന്നത്. അത് ഇപ്പോഴും ഒരുവിധപ്പെട്ട പലർക്കും സംശയമുണ്ട്. ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഞാനത് പറയാം. എനിക്കത് പറയാൻ വളരെ ഇഷ്ടവുമാണ്. ഞാൻ ഈ റോസ് വളർത്തലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ, ഏകദേശം 2 വർഷങ്ങൾക്ക് മുന്നേ, ഞാൻ ഈ വാൾ ഡെക്കോർ അങ്ങനെയുള്ള കുറച്ച് ആർട്ട് പരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ സമയക്കുറവ് കൊണ്ട് ചെയ്യാറില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു റോസ് സെല്ലർ ആയിരുന്നില്ല. ഇങ്ങനെ ഒരു ആർട്ടൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം അതിലിങ്ങനെ അപ്ലോഡ് ചെയ്ത് വെറുതെ ഒരു സമയം പോക്കിന് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ആ സമയത്തെ ഒരു പേരാലോചിച്ചപ്പോൾ, ഒരു ചാനൽ തുടങ്ങണം, അതിനൊരു പേരാലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ പേരാണ് ഈ ആർട്ട് ആൻഡ് എഫേർട്സ് എന്ന് പറയുന്നത്. അത് എൻ്റെ കുറച്ച് ശ്രമങ്ങളും ആ ഒരു കലയെയും കുറിച്ചുമുള്ള ഒരു ഇൻഡിക്കേഷൻ പോലെയാണ് ഞാൻ ആ പേര് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടിട്ട വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കാം. ഈ ഒരു ലിപ്പൺ ആർട്ട് എന്ന് പറയുന്ന ഒരു കലാരൂപം ആയിരുന്നു അന്നത്തെ എൻ്റെ ഒരു ക്രേസ് ആയിരുന്നു ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ട വീഡിയോയാണ് നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ടത്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, എന്നെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു, ഈ പേര് മാറ്റണോ, ചാനലിൻ്റെ പേര് മാറ്റണോ എന്ന്. അപ്പോൾ ഒരുപാട് പേർ എനിക്ക് ഇത് മാറ്റണ്ട, ഇതിപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്, ഞങ്ങളിങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ മാറ്റണ്ട എന്ന് ഭൂരിഭാഗം ആൾക്കാരും, ഒരുവിധപ്പെട്ടവരൊക്കെ പറഞ്ഞു മാറ്റണം, ഇതൊരു റോസിന് ചേർന്നതല്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഒരു 75% പേരും ഈ ഒരു പേരിൽ ഉറച്ചു നിന്നു. അങ്ങനെ നമ്മളിപ്പോഴും ആ ഒരു പേര് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതൊരു സെയിൽ വീഡിയോ അല്ല എന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായിട്ടുണ്ടാവും. ഇടയ്ക്കിടെ നമ്മുടെ കഴിവിനും അവസ്ഥയ്ക്കും അനുസരിച്ച് ഒരു ഗീവ് അവേ നമുക്ക് പതിവുണ്ട്. ഇതും അങ്ങനെ ഒരു വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേർക്കും അറിയാൻ കഴിയും, ഒരുപാട് വിലക്കുറവ് സെയിൽ വീഡിയോ, ഒരുപാട് ചെറിയ കോംബോ ഓഫറുകളൊക്കെ റോസിനും അടീനിയത്തിനുമൊക്കെ വന്നിട്ടുള്ള ഒരു ചാനലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ റോസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് കോംബോ ഓഫറുകളും ഒക്കെ വന്നിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഗീവ് അവേ, ഗിഫ്റ്റ് അങ്ങനെയൊന്നും നമുക്ക് ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ നമ്മളൊരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു 5K സബ്സ്ക്രൈബേഴ്സ് എന്നൊരു നേട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു വേളയിൽ ഒരു ഗീവ് അവേ ആകാം എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്തി നിൽക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഈ ഗീവ് അവേ എന്നാൽ ചാനലിന് റീച്ച് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടി എല്ലാ സെല്ലേഴ്സിനും ഉണ്ടാകും. അങ്ങനെ റീച്ച് ആവാൻ വേണ്ട ട്രിക്സും ആക്ടിവിറ്റീസുമൊക്കെ ഭൂരിഭാഗം പേരും ഈ ഗിവ് അവേ വീഡിയോസിൽ ഉൾപ്പെടുത്താറുണ്ട്. കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കണ്ടീഷൻസ് വയ്ക്കാറുണ്ട്. അതിൽ നിന്നും ഒന്നോ അതിലധികമോ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മുടെ കസ്റ്റമേഴ്സിലെ സബ്സ്ക്രൈബേഴ്സ് ഇടുന്ന കമൻറ്റുകളുടെ, ലൈക്കുകളുടെ എണ്ണം നോക്കിയിട്ടല്ല, ഈ കമൻറ്റുകളിൽ നിന്നുമാണ് നമ്മളൊരു ആളെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റ് പ്ലാൻസ് കൊടുക്കാറുള്ളത്.
ഈ 2 വർഷം കൊണ്ട് 4.7K സബ്സ്ക്രൈബേഴ്സിലെത്താൻ എന്നെ സഹായിച്ചത് എന്നോട് പ്ലാൻസ് വാങ്ങിയവരും എൻ്റെ ടിപ്പുകൾ വെച്ച് റോസ് വളർത്തി സന്തോഷം നേടിയവരും എന്നോട് ഇഷ്ടമുള്ളവരും എന്നെ ഈ നിലനിർത്തുന്നവരുമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ലൈക്കിന് വേണ്ടിയിട്ട് ഓടിക്കാൻ എനിക്കെന്തോ കഴിയുന്നില്ല. എനിക്ക് വിലപ്പെട്ടത് നിങ്ങളുടെ കമൻറ്റുകൾ തന്നെയാണ്. അതിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പറയുന്ന ആത്മാർത്ഥതയുള്ള വാക്കുകളാണ്. ആ കമൻറ്റിലെ ഓരോ വിലപ്പെട്ട വാക്കുകളും അതിലെ സന്തോഷവും സംതൃപ്തിയുമാണ് എന്നിലെ സെല്ലർക്ക് ഏറ്റവും സന്തോഷം. ഒരു സെല്ലർ എന്നുള്ള രീതിയിൽ ഒരു ആത്മാർത്ഥത നിങ്ങളോട് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ സ്നേഹം മാത്രമാണ് എനിക്ക് വേണ്ടത്. എന്നാൽ ഇപ്രാവശ്യം കൂടുതൽ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കണം എന്നുള്ള, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5Kയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് ഒതുക്കാതെ ഒന്നിലധികം പേർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം എന്നുള്ള ഒരു ആശയം വന്നതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു സംഭവവും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഏതൊക്കെയാണോ ആ പ്ലാറ്റ്ഫോമിലെല്ലാം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാട്സപ്പിൽ ഇത് സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ വ്യൂ, അതായത് ഈ വീഡിയോ സ്റ്റാറ്റസ് ഡിസപ്പിയർ ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്ര വ്യൂ ആണോ കിട്ടിയത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരാൾക്ക്, ഒരു ദിവസം ഫുൾ ഡേ ഇട്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു ആൾക്ക് അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻസ് കൊടുക്കാനായിട്ടും വിചാരിക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ളൊരു സംഗതിയല്ല. നിങ്ങൾക്ക് അങ്ങനെ സമ്മാനം വേണം എന്നുള്ളവർക്ക് അത് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്നുമാണ് നമ്മൾ സമ്മാനാർഹയെ അല്ലെങ്കിൽ സമ്മാനാർഹനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കമൻ്റ് ഇടേണ്ടത് എന്നുള്ളത്. അതിനെന്തെങ്കിലും വിഷയമുണ്ടോ, എന്തിനെക്കുറിച്ചാണ് എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ വരാം. ഒരുപാട് വിലക്കുറവ് സെയിൽ വീഡിയോ വന്നിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടേത്. നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് മാത്രം ആദ്യം റോസ് പിടിച്ച് കിട്ടി എന്നൊക്കെ ഒരുപാട് പേർ എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്ലാന്റ്സ് പിടിച്ച് കിട്ടിയവരുണ്ട്. നമ്മൾ പറഞ്ഞ ടിപ്പ് അനുസരിച്ച് റോസ് വളർത്തി പിടിച്ച് കിട്ടിയവരുണ്ട്, ആദ്യമായി പിടിച്ച് കിട്ടിയവരുണ്ട്, നമ്മുടെ ചെറിയ വില കോംബോ ഒരുപാട് പിടിപ്പിച്ചെടുത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ റോസിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് തോന്നുന്നത് അത് നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാം. ഇതിനെല്ലാം മുൻപേ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക തന്നെ വേണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ ഈ ഗീവ് അവേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. മുൻപ് നമ്മൾ 2 ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിലെ സമ്മാനാർഹരും അതുപോലെ ഈ വീഡിയോയിലെ സമ്മാനാർഹരും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫലപ്രഖ്യാപന വീഡിയോ ഡിസംബർ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. 5K സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടത്തിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ഇതേപോലെ പ്ലാന്റ്സ് വാങ്ങി വളർത്താൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഒരുവിധം നമ്മൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ കഴിവിനനുസരിച്ചും നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഏതാനും പേർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നൊരു സന്തോഷം കൂടി ഇവിടെ അറിയിക്കുകയാണ്. എല്ലാം നമ്മുടെ 5Kയുടെ സെലിബ്രേഷനും സന്തോഷവും അനുബന്ധിച്ചാണ്. ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ചെടി വാങ്ങിത്തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്കൊന്നും നമ്മളിവിടെ ഗിഫ്റ്റായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കില്ല. 2 കൂട്ടർക്കും ഇഷ്ടമുണ്ടെങ്കിൽ, അവർക്ക് വാങ്ങാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അങ്ങനെ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവരെയും നമ്മൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങുമ്പോഴല്ല, റോസിൻ്റെ സെയിൽ വീഡിയോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു 10 റോസ് കോംബോ ഇട്ടിരുന്നു. അപ്പോൾ ആ കോംബോ എല്ലാം നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ 5K തികയുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ചെറിയ വില കോംബോകളും ഗിഫ്റ്റ് പ്ലാന്റ് ഓഫറുകളും ഒക്കെ ആയിട്ട് ഈ ഒരു മഞ്ഞ് പെയ്യുന്ന ഡിസംബർ മാസം നമുക്ക് അവിസ്മരണീയമാക്കാം എന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത്.
ആ സ്വപ്നം പൂവണിയുന്നതിന് നമ്മുടെ ചാനൽ നിങ്ങളെല്ലാ പേർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ പേർക്കും നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അത് ഓരോ വരുന്ന പുതിയ മെസ്സേജുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റോസ് ഇഷ്ടപ്പെടുന്ന, അടീനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ അതല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സെയിൽ വീഡിയോസ് ആകട്ടെ എന്താകട്ടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് നിലവിലുണ്ട്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. റോസ് വളർത്തലിനെ കുറിച്ചാവട്ടെ മറ്റേതെല്ലാം പ്ലാന്റ്സിനെ കുറിച്ചാവട്ടെ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും അവിടെ ഗ്രൂപ്പിൽ ഓരോരുത്തരും അറിവുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നേക്കാൾ അറിവുള്ളവരാണ് അവിടെയുള്ള എല്ലാവരും. എനിക്കവിടെ യാതൊരു റോളുമില്ല സംശയ ദൂരീകരണത്തിൽ. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് പരിഹരിച്ച് കിട്ടും. ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവരുടെ മാത്രം ഗ്രൂപ്പാണ്. അതുമാത്രമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. റോസാപ്പൂക്കൾ നിറഞ്ഞു വിടരുന്ന മഞ്ഞ് പെയ്യുന്ന മാസമാണ് ഡിസംബർ മാസം. നമുക്ക് മനസ്സുകൊണ്ടും പൂക്കൾ കണ്ടും നമുക്ക് ഈ ഡിസംബർ മാസം ആഘോഷിക്കാം. അത് നമ്മുടെ 5Kയോടനുബന്ധിച്ചുള്ള ഒരാഘോഷം തന്നെയാണ്. അത് ചെറിയ വിലയാകട്ടെ, ഗിഫ്റ്റ് പ്ലാൻസ് ആകട്ടെ, നമ്മുടെ ഈ ഗിവ് അവേ ആകട്ടെ, അതല്ലെങ്കിൽ ഫ്രീ പ്ലാൻസ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നതാകട്ടെ, എല്ലാം നമുക്ക് മനസ്സുകൊണ്ട് ആഘോഷിക്കാം. അപ്പോൾ അങ്ങനെയാണ്, എല്ലാവരും റെഡിയല്ലേ? ആർട്ട് ആൻഡ് എഫേർട്സ് നമ്മുടെ ചാനലിൻ്റെ 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ, അതായത് അഡീനിയം ലവേഴ്സിൻ്റെയും റോസ് ലവേഴ്സിൻ്റെയും 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്, മറ്റാർക്കുമല്ല. ചെടികൾ ഒരുപാട് വളർത്തി അതിൽ പൂക്കൾ നിറയ്ക്കുന്നതിന് ഒരു എഫേർട്ട് എടുത്ത് അതിനെ ഒരു ആർട്ടാക്കി മാറ്റുന്ന നമ്മുടെ ചാനലിനെ അന്വർത്ഥമാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്നിലും ഇളയവർക്കും, എന്നോടൊപ്പമുള്ളവർക്കും, എന്നിലും ഒരുപാട് മുതിർന്നവർക്കും, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവർക്കും, ഒരുപാട് ബഹുമാനിക്കുന്നവർക്കും, ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി ഞാൻ എൻ്റെ നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവരും കമൻ്റ് ഇട്ട് സന്തോഷമായിരിക്കൂ. സ്നേഹപൂർവ്വം ഹാദിയ.